ലിവർ റെഡിയാക്കാനുള്ള മസാലക്കൂട്ടുകളാണ്. നല്ല ക്ലീനായി അല്ലേ? കിഡിലൊരു വെള്ളച്ചാട്ടം. ഹായ്, 1, 2, 3 വ്ളോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന പഴയ ടെന്റ് വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇവിടുന്ന് ടെന്റ് അഴിക്കണം, അടുത്ത സ്ഥലത്തേക്ക് സ്ഥലം വിടണം. രാവിലെ അതിന് മുമ്പ് ശകലം കാപ്പി ഉണ്ടാക്കി കഴിക്കണം, ഒരു ജീവൻ കിട്ടാൻ വേണ്ടി. അതിൻ്റെ കൂട്ടത്തിൽ മരുന്ന് കഴിക്കാനുണ്ട്. ആ മരുന്നും കഴിച്ചു കഴിഞ്ഞാൽ ഒരു പിന്നെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു പോവാണ്. രാവിലെ നിഷ കാപ്പി ഉണ്ടാക്കാനുള്ള തകൃതിയായിട്ടുള്ള പരിപാടിയാണ്. ഉള്ളി സവോളയൊക്കെ അരിഞ്ഞു കൂട്ടുന്നുണ്ട്. ഇന്ന് തന്നെ കാപ്പിക്ക് ഉണ്ടാക്കുന്നത്? അതെ, ഗോതമ്പ് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകാൻ. ഇപ്പം ആണെങ്കിൽ തെളിഞ്ഞു വെപ്പുണ്ട്. ഇന്നങ്ങനെ ആ കാലാവസ്ഥ എന്നൊന്നും അറിയത്തില്ല. വലിയ മഴ പെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെയൊക്കെ ഈ പറയുന്നുണ്ടല്ലോ എന്നാ വെള്ളം ആയിരുന്നെന്നറിയാം, താഴത്തേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്നത്. ഇപ്പം വെള്ളവും ഇല്ല, ഒന്നുമില്ല, എല്ലാം കാലി. നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് വേവിക്കാൻ ദേ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെൻറ്റ് നമുക്ക് ഇവിടുന്ന് അഴിച്ചെടുക്കണം. അഴിച്ച് മൊത്തം പാക്ക് ചെയ്യണം. ഇനി ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാം റെഡിയാക്കി വെച്ചതിനും ഇച്ചോടെ പാക്കിങ് തുടങ്ങി. തീ കത്തില്ലാത്തോണ്ട് ഇച്ചിരി വൈകും, അതുകൊണ്ട് പുള്ളി അങ്ങ് പാക്കിങ് പോകാൻ വേണ്ടി പാക്കിങ് ആണ്. പുറത്ത് നല്ല മഴ സമയത്ത് ദേ ചട്ടിക്കകത്ത് നട്ട്സൊക്കെ ഇട്ട് വറക്കുന്നുണ്ട് നിഷ. പൊരിഞ്ഞ മഴ. ഒരു രക്ഷയില്ല മഴ കാരണം. ഉപ്പുമാവിൻ്റെ അകത്ത് നട്ട്സൊക്കെ ഇട്ട് നല്ല റെഡിയാക്കി എടുക്കുന്നുണ്ട്. നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് നല്ല അടിപൊളി കേട്ടോ. ഹെൽത്തി. കണ്ടോ, നല്ല കിടിലൻ ഉപ്പുമാവ്. ഇനി കഴിച്ചേക്കാം. ഇല്ലേ, വിശപ്പ്, നല്ല വിശപ്പായി. മഴയുള്ളതുകൊണ്ട് പുറത്തിരിക്കത്തില്ല. അടിപൊളി കേട്ടോ. പണ്ട് നഴ്സറി ഉപ്പുമാവ് കിട്ടിക്കൊണ്ടിരുന്ന ഇതൊക്കെ ഓർമ്മ വരുന്നു പെട്ടെന്ന്. കാപ്പി കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പാക്ക് ചെയ്ത് ഓരോരോ സാധനങ്ങൾ പാക്ക് ചെയ്ത് താഴെ ഒരു വീടുണ്ട്. താഴെ ആ വീടിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കും. അവരുടെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവയ്ക്കുന്നു സാധനങ്ങൾ നനയാതിരിക്കാനാണ് കേട്ടോ. എന്നിട്ട് ഇനി വേണം ഇതെല്ലാം അഴിച്ചുകൊണ്ട് ഒറ്റയടിക്ക് ഇറങ്ങിപ്പോവാൻ. നിഷ തകൃതിയായിട്ടാ പടുത കഴിക്കണേ. ഞാനും അതെ കേട്ടോ, ഹൈ സ്പീഡിലാണ് കഴിക്കണേ. സംഭവം പെട്ടെന്ന് സ്ഥലം വിടണമല്ലോ. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ അല്ലേ? മഴ കാരണം ഒരു രക്ഷയില്ല. ഞങ്ങളെ ടെൻറ്റ് വെച്ചാടം ക്ലീൻ ആക്കി. പക്ഷെ നല്ല മഴയായിപ്പോയി. അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ല നേഷേ? ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ചീഞ്ഞ മഴ. നമ്മുടെ പകുതി സാധനം നനഞ്ഞു. ഞാനും നിഷയും കൂടെ നടന്ന് കയറി പോവുക. ഇവിടുന്ന് പുഴയിലേക്ക് പോകാൻ എളുപ്പമുണ്ടല്ലേ? പുഴ താഴെ. ആ, മീൻ പിടിക്കണം. ഇപ്പം മഴ മാറി നല്ല തെളിഞ്ഞ വെയിലൊക്കെ വന്നേ. കുറേ മുമ്പ് വരെ ഭയങ്കര മഴയായിരുന്നു.
നിഷം അടുത്തു സുല്ലിട്ട്. നല്ല കയറ്റമായിരുന്നു. ആ ഈ താഴെയായിട്ട് പുഴയുണ്ട്. പുഴയിൽ പോയി മീൻ പിടിക്കണം നമുക്ക് അല്ലേ? മീൻ പിടിക്കണം. പിന്നെ ഒരു വമ്പൻ വെള്ളച്ചാട്ടം ഇവിടുന്ന് കാണുന്നുണ്ട്. ആ വെള്ളച്ചാട്ടത്തിലൊന്ന് പോകണം. ഒത്തിരി പരിപാടികളുണ്ട്. അതെ, ടെന്റ് വയ്ക്കണം. ആദ്യം സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ നല്ലൊരു ടെന്റ് വെക്കാൻ പറ്റിയ സ്ഥലം. അവസാനം ഞങ്ങൾ ടെന്റ് വെക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നിഷ ദേ തെളിക്കൽ തുടങ്ങി. ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് നേരെ അക്കരയ്ക്ക് നോക്കിയാലുണ്ടല്ലോ കിടിലൻ കാഴ്ചകളാണ്. ദാ നോക്കിക്കേ, കണ്ടോ കിടിലനൊരു വെള്ളച്ചാട്ടം. ഇതിൻ്റെ പേരാണ് കരിമ്പൻ കുത്ത്. അങ്ങോട്ട് പോകാനുള്ള വഴികളൊന്നുമില്ല വലിയവരായിട്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വേനൽക്കാലത്ത് മാത്രം അവിടെ കടന്നു വരാൻ പറ്റുള്ളൂ. എങ്കിലും ഞങ്ങൾ എതിരെങ്കിലും വട്ടം കടന്ന് അവിടെ ചെന്ന് ഞങ്ങൾ മീൻ പിടിക്കും. മീൻ പിടിക്കണം. വെള്ളച്ചാട്ടത്തിൻ്റെ കീഴെ തൊട്ടടുത്ത് പോയി നിൽക്കുകയും ചെയ്യണം. ടെൻറ്റ് വയ്ക്കാനുള്ള ഇടം നല്ല പണിയെടുത്ത് ഞങ്ങൾ ലെവലാക്കി. നല്ല ക്ലിയർ ലെവല്. ഇനി കമ്പുകളൊക്കെ വെച്ച് കെട്ടി പടുതയൊക്കെ വെച്ച് കെട്ടി മഴ നനയാതെ ഒന്ന് റെഡിയാക്കിയാൽ മതി. വെയിൽ കാണുന്നുണ്ടല്ലോ, നല്ല മഴ കഴിഞ്ഞു. അതെ, നമ്മളിതേ ഫ്രെയിമൊക്കെ കെട്ടിയിട്ടാ. ഇനി പടുത കെട്ടണം. സൂപ്പറായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് കെട്ടിത്തീർന്നവരെ മഴ കിട്ടില്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൂങ്ങാതെ ഇത് കെട്ടു മനുഷ്യ. മഴ മഴ തന്നിട്ട് വേണം ഒന്ന് ഇരിക്കാൻ. അങ്ങനെ ഞങ്ങൾ പടുത വലിച്ചു കെട്ടി റെഡിയാക്കി. ഇനി അടിയിൽ ഞാനിരിക്കുന്നത് പുല്ലിൻ്റെ പുറത്താണ്. പുല്ല് വെട്ടിക്കൊണ്ടിട്ടിട്ടുണ്ട്. അടിവശത്ത് പുല്ല് നിരത്തുന്നു, അതിന് മുകളിൽ പടുത വയ്ക്കുന്നു, അതിന് മുകളിൽ ടെൻറ്റ് വയ്ക്കുന്നു. ടെൻറ്റിൽ നിന്നും ഇങ്ങനെ നേരെ കാണാം അക്കരെ വെള്ളച്ചാട്ടത്തിലേക്ക് കാണാം. പുല്ലൊക്കെ ഇട്ട് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വിരിച്ചാൽ മതി അല്ലേ അനീഷേ? പിടിച്ചോ. ആദ്യമായിട്ട് കേട്ടോ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ടെന്റ് വെക്കാൻ പറ്റിയത്. നല്ല അടിപൊളിയായിട്ടാണ് സ്ഥലം ഒരുക്കിയേക്കുന്നത്. പക്ഷേ നമ്മൾ അടുപ്പിടുവാണേ. അവിടെ വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് വിറക് കിട്ടി. ഇനി അടുപ്പോടെ ഇടാം. ആദ്യം അടുപ്പിൻ്റെ അകത്തൊരു കല്ല് കുഴിച്ചു. ഇപ്പം മഴയില്ലെങ്കിലും രാവിലെ മഴയായിരുന്നു. ഇനി വൈകുന്നേരം മഴ പെയ്യും. അതുകൊണ്ട് നമ്മൾ അതിനുള്ളതൊക്കെ നോക്കി വെച്ചില്ലെങ്കിലേ അല്ലെങ്കിൽ തന്നെ അടുപ്പ് കത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ കടയ്ക്ക് പോണ ദിവസം കർപ്പൂരം മേടിക്കാട്ടോ. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കർപ്പൂരം മേടിച്ച് കത്തിക്കാൻ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു തിരിയുള്ളൂ. ഇനി പോകുമ്പോൾ കർപ്പൂരം മേടിക്കാം അല്ലേ ചേ? കർപ്പൂരം മേടിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ അടുപ്പ് റെഡി ആയിട്ടുണ്ട്. ടെൻറ്റ് ഇതേ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. കണ്ടാ, ഇതേ വെയിലും മഴയും. കുറുക്കൻ്റെ കല്യാണമാണെന്ന് തോന്നുന്നു ഇല്ലേ നിഷേ? ടെൻറ്റിൻ്റെ അകത്തുനിന്ന് നേരെ കാണുന്നത് ഇങ്ങനെ കേട്ടോ. എൻ്റെ പൊന്നോ മാരക ഭംഗിയാണ്. പിന്നെ ഇത്തവണ നല്ല ടെൻറ്റ് നല്ല സെറ്റപ്പായിട്ടോ വയ്ക്കാൻ പറ്റിയ.
നിഷേ എന്തോ നീ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഭക്ഷണം പാചകം ചെയ്യണ്ടേ? ആ അപ്പോൾ കുളിക്കാൻ പോയാലോ? കുളിക്കാൻ അടുത്ത് വെള്ളമുണ്ട് കേട്ടോ നമുക്ക്. അതെ, വെള്ളം കാണിച്ചു തരാം. ആ നല്ല വെള്ളമുണ്ട്. അപ്പുറയുണ്ട് വെള്ളം. അതെ, രണ്ട് സൈഡിലും ഉണ്ട്. രണ്ട് അവിടെ സൈഡിലും ചെറിയ അരുവിയാണ്, ഇവിടെ ചെറിയ പാറക്കുഴി, ഉറവ വെള്ളം. അതെ, ഇത് നമ്മുടെ ടെൻറ്റിനോട് ചേർന്ന് ഒരു ഈന്ത് നിൽപ്പുണ്ട്. കണ്ടോ, ഇതൊരു ഈന്ത് മരമാണ്. അതിൻ്റെ ഡിസൈൻ നോക്കിയാൽ തടിയുടെ. അതുകൂടാതെ ഇതിൽ നോക്കിയാൽ കായ. ഈ ഈന്തങ്ങ പൊട്ടിച്ച് വെള്ളത്തിലിട്ട് കട്ടുകളഞ്ഞ് ഉണക്കി പൊടിച്ച പുട്ടും അപ്പമൊക്കെ ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റായിന്. നിഷ കത്തിച്ച് പിടിച്ച് പോകുന്നുണ്ട് വെള്ളം കാണിച്ചു തരാൻ വേണ്ടി. ഇവിടെയാണ് കുളിക്കാൻ നല്ലതെന്ന് നോക്കാൻ പോണത്. പോട്ടെ പോട്ടെ. ഇന്ന് വെള്ളം തപ്പി കണ്ടുപിടിച്ചത് നിഷയാട്ടോ. ഇത് ഇവിടുന്ന് ഒരു ഓസ് പോകുന്ന കണ്ടിട്ട് തപ്പി പിടിച്ച് കയറി വന്ന. നമ്മൾ ഈ ക്യാമ്പ് ചെയ്യുന്നതെല്ലാം പറമ്പാട്ടോ, ഓരോരുത്തരുടെ പറമ്പാക്കും. ഇല്ല, ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആഹാ, നല്ല ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ. വെള്ളമുണ്ട്, കോരി കുളിക്കണം. കണ്ടാ, ഇവിടെ ഓസിന് ജോയിൻ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് സുഖമായിട്ട് വെള്ളം എടുക്കാം ഓസിൽ നിന്ന്. സമയം 6 മണിയായി. മഴക്കാരൊക്കെ ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ മഴ പെയ്യോ ആവും. സന്ധ്യ ആയപ്പോഴത്തേക്കും വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നോക്കി. ഓ, മാരക ഭംഗിയായി. നല്ല വെളുവിളാന്ന് വെളുത്ത് കലക്കവെള്ളമൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെളുത്ത് പതഞ്ഞ് ഒഴുകുന്ന നോക്കി. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വയ്യ ടെൻറ്റിൻ്റെ അകത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി പാചകമല്ലേ? ഇന്ന് ശരിക്കും മടുത്തു. എല്ലാ ദിവസവും മടുത്തു. അത് ശരിയാ. കാരണം നമ്മൾ ഇത്രയും ക്ലീൻ ആക്കിയല്ലേ ഉണ്ടാക്കണേ. ആ, വേനൽക്കാലമായ ഇത്രയും പ്രശ്നമില്ല. മഴക്കാലം ആയതുകൊണ്ട് കാടും വെള്ളമൊക്കെ വെട്ടണമല്ലോ. വെട്ടി വെള്ളം വരാതെ വകഞ്ഞു വിറങ്ങാം. അടുപ്പുദ്ഘാടനം സന്ധ്യ ആയപ്പോഴത്തേക്കും. തീ അങ്ങനെ ഇതൊക്കെ പതുക്കെ കത്തന്നെ നനഞ്ഞു കിടക്കുമല്ലേ വിറകെല്ലാം. രാത്രിയിലേക്കുള്ള കഞ്ഞിയല്ലല്ലോ, നെയ്ച്ചോറ്. നെയ്ച്ചോറ് വെക്കാനുള്ള വെള്ളം ദേ അടുപ്പയിൽ കയറ്റി. ഇത് കണ്ടോ, നിഷയ്ക്ക് ഇരിക്കാൻ പരുവത്തിനൊരു കുറ്റി. കറക്റ്റ് ഇരുന്ന് പാചകം ചെയ്യാം അല്ലേ? കണ്ട സൂട്ടബിൾ കുറ്റി. കുറ്റിപ്പുറത്ത് അതെ അതെ, നല്ല പോലെ ഇരുട്ടായി തുടങ്ങി കേട്ടോ. അല്ലേ, എല്ലായിടത്തും മട്ടങ്ങളൊക്കെ തെളിഞ്ഞു. അരി ഇടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച ശേഷം ദേ നമുക്ക് രാത്രിയിലേക്കുള്ള കറി വയ്ക്കാനുള്ളത് ബീഫിൻ്റെ ലിവറാണ്. ഇന്ന് ലിവർ കറിയാണ് അല്ലേ? ലിവർ അത് ചാറില്ലാതെ കുഴച്ചെടുക്കാനാണ് നെയ്ച്ചോറിന്. അങ്ങനെ ഫ്രൈ ആകുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വേണ്ടേ, അവിടെ ഞാൻ ഞുറുക്കണോ? ഞാനിത് അരിയുന്നേരത്തേനും പെട്ടെന്ന് കഴിയൂല്ലോ പണി. പുള്ളി ഞുറുക്കുക കേട്ടോ. പുള്ളിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണേ. അവിടെ ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം എല്ല് മേടിക്കാൻ ചെന്നപ്പോൾ കൃത്യം ഇതിരിക്കുക. അന്നേരം മേടിച്ചു. അങ്ങനെ മേടിച്ചതാണ്. നേരത്തെ സ്ഥിരം കഴിക്കുമായിരുന്നു അല്ലേ? പശുവൊക്കെ വന്ന പിന്നെ ഞാൻ അങ്ങനെ മേടിച്ച് കൊടുക്കാറില്ല. വലിയ കാലത്തുമാണ് മേടിച്ച് കൊടുക്കുള്ളൂ. ഈ പ്രാവശ്യം കടയിൽ ചെന്നപ്പോൾ കൃത്യം ഇരിക്കണ കണ്ടപ്പോൾ പുള്ളിക്കൊരാഗ്രഹം പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്തു ഇപ്പോൾ കുറവുണ്ടല്ലോ, എന്നാൽ പിന്നെ കഴിച്ചേക്കാന്ന് ഓർത്ത് മേടിച്ചതാണ്.
സന്തോഷമായ ആ ചെറുതായിട്ട് മതി, ചെറുതായിട്ട് മതി, വലുത് വേണ്ട. ഇന്ന് ഇച്ചിരി വെയിലുള്ളതുകൊണ്ട് ഞാൻ അതിന് വന്നപ്പോൾ തന്നെ വെയിലിലേക്ക് ഇച്ചിരി വിറകൊക്കെ പെറുക്കി ഇട്ടിരുന്നു. അതുകൊണ്ട് ഇന്ന് തീ ഇന്ന് ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് കത്തുന്നുണ്ട് അല്ലേ? ലിവർ അങ്ങനെ കഴുകി ഇങ്ങനെ എടുക്കുന്നു. ഇന്ന് ഇത് വെച്ചൊരു പണിയുണ്ട്. നല്ല ക്ലീനായി അല്ലേ? ആ, അരി അങ്ങനെ അടുപ്പത്തായി. ഇനി കറി വെച്ചാൽ മതി അല്ലേ? ചോറ് വേണം. ഒരു രാത്രി 10 മണി വരെ അല്ലേ? ലിവർ റെഡിയാക്കാനുള്ള മസാലക്കൂട്ടുകളാണ്. എല്ലാ ഐറ്റവും ഉണ്ട്. പെരിഞ്ചീരകം ആ, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വഴത്തിയെടുക്കണം അല്ലേ? അത് ഒന്ന് ഇച്ചിരി ഒന്ന് വാടിയിട്ട് ചുവന്നുള്ളി സവോള ഇടണം. എല്ലാം വഴറ്റിയെടുത്തിട്ട് ഇതേ ആ പൊടികളെല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ചേർക്കണം. അങ്ങനെ പാകമായ മസാലക്കൂട്ടിൻ്റെ അകത്തേക്ക് ഇതേ ലിവർ ചേർത്തു. ഇനി വേവിച്ചെടുക്കണം അല്ലേ? വെള്ളം ഒഴിക്കണം വേണ്ടേ? വെള്ളം വന്നില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് ഗ്രേവിക്ക് വേണ്ടി. ഓക്കെ, ലിവർ ഫ്രൈ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫ്രൈ അല്ല, കറി. അത് ഏതാണ്ട് റെഡിയായി. ആവി ഉറക്കുന്നുണ്ടോ? ആവി ഉറക്കണേ. നിഷ ഇങ്ങനെ ഇരിക്കുന്നു. ദേ ഇതാണ് ചേച്ചിയുടെ മകൻ. നമ്മൾ എവിടെ ടെൻറ്റ് വെച്ചാലും അവിടെ ആശാൻ രാത്രിയിൽ എത്തി കുറച്ചു നേരം ഞങ്ങളോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പോകും. ഇല്ലടാ, പേര് അതില്. അതെ. റൈസ് പാകമായിട്ട് വെന്തിരിക്കുന്നു. ഇനി റൈസിൻ്റെ അകത്ത് ചേർക്കാൻ വേണ്ടി നെയ്ക്കകത്ത് സവാള വഴറ്റുന്നു. നിഷയുടെ സ്റ്റൈലിലുള്ള നെയ്ച്ചോറാണ്. അതിനുവേണ്ടി ഇതേ സാധനങ്ങളെല്ലാം വറുത്ത് വെച്ചു. ഇനി ഇതേ നിഷ പപ്പടം വറക്കാൻ പോകുന്നു. ഓരോരോ ഐറ്റങ്ങളാണ്. ചോറടച്ചു പോയി. നിഷ കുത്തിയിരുന്ന് ദേ പപ്പടം കുണൂണ വറുത്ത് കൂട്ടുന്നുണ്ട്. ആഘോഷമായിട്ടുള്ള ചാപ്പാട. അങ്ങനെ നെയ്ച്ചോറും റെഡിയായി. നല്ല അടിപൊളി റൈസ് അല്ലേ? വലിപ്പം കൂടിയ അരിയാന്ന് മാത്രം. അപ്പുറത്തെ ക്യാമ്പിങ് സ്പോട്ടിനേക്കാളും അടിപൊളിയല്ലേ ഇവിടെ? ഇരിക്കാനും നിൽക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അപ്പുറം ഒരു രക്ഷയില്ലായിരുന്നു.
ഭക്ഷണം എല്ലാം റെഡി ആയിട്ടോ. അപ്പുറമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മല കടന്നു പോകണം അപ്പുറത്തേക്കല്ലേ. ആ 2 മല കടന്നു പോകണം. നടന്നു തിരിഞ്ഞ നടപ്പ് കുഴപ്പമില്ലേ. ഈ സ്ഥലങ്ങളും കണ്ട് നല്ല പോലെ അങ്ങ് നടക്കും. പക്ഷെ ഈ സാധനം ചുമന്നുള്ള നടപ്പ് അത് സുല്ല. അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങള് ആഘോഷമായിട്ട് നടക്കാം. ഓരോ സ്ഥലങ്ങളും ഓരോ മെമ്മറീസാ, ഓരോ അനുഭവങ്ങൾ. അതെ. പിന്നീടൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ഓർക്കാം, അയ്യോ ഇന്ന സ്ഥലത്ത് പോയായിരുന്നല്ലോ. നമ്മൾ പുഴ ക്യാമ്പ് ചെയ്ത സ്ഥലങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിൽ പോകും. ഒരു 3-4 വർഷത്തിനുള്ളിൽ എല്ലാം വെള്ളത്തിനടിയിൽ പോകും. അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ അതൊരു വലിയ ഒരു കാര്യങ്ങളാണ്. പിന്നീട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലേ. ഇന്ന് നിഷ അതേ വാഴയിലയൊക്കെ വെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കരിയില ഇരിപ്പുണ്ട് കേട്ടോ, കാലത്തിൻ്റെ അടിയിൽ. ഇത് നല്ല കിടിലൻ ലിവർ. ഇതാണ് ഇന്ന് ഞങ്ങളുടെ ഭക്ഷണം. നല്ല രാജകീയമായ ഭക്ഷണം അല്ലേ. ഇതുപോലെ കാട്ടി വന്ന് കിടക്കുമ്പോൾ ഇത് രാജകീയമായ ഭക്ഷണം. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ. ഇന്നത്തെ രാത്രിയിലെ ഭക്ഷണം കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. എല്ലാം കൂടെ നോക്കിട്ട് കഴിക്കണം. അടിപൊളി കേട്ടോ, അടിപൊളി, സൂപ്പർ. കഴിക്കാണ്ട് തരാനാണ് അത് ചെയ്യുള്ളൂ. അടിപൊളി അടിപൊളി ഭക്ഷണം കേട്ടോ. അത് ലിവറിന്റെ ബിഗ് ഫാനാണ്, അതുകൊണ്ട് പറയണതാ. ലിവർ അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. കഴിച്ചു നോക്കിട്ട് പറ. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയത്. നല്ലതാ. ഇങ്ങനെ 10 ദിവസം ഭക്ഷണം കഴിച്ചാൽ ജിം ബോഡി ആകുമെന്ന് തോന്നുന്നു. ഇല്ല, തവളങ്ങളും പോലെ ആവും, വലിയ വലുപ്പത്തിൽ. പുഴയിലാണെങ്കിൽ നമ്മൾ മീൻ വെക്കുന്നുണ്ട് വല്ല കപ്പയോ ചോറൊക്കെ ആയിരിക്കും കേട്ടോ. ഇത് കരയിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം. നാളെ നമ്മൾ എന്തായാലും മീൻ പിടിക്കാൻ പോകും കേട്ടോ. പുഴയിൽ എന്തായാലും പോകും. ഭയങ്കര വെള്ളച്ചാട്ടത്തിലേക്കാണ് മീൻ പിടിക്കാൻ പോകുന്നത്. എല്ലാവരും സബ് ചെയ്ത് വെച്ചു കേട്ടോ. കിട്ടിലും വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ഇടുക്കി ജില്ലയിലെ തന്നെ അത്യാവശ്യം ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. ഇവിടുന്ന് ഒരു 100-400 മീറ്റർ അങ്ങ് നടന്നു ചെന്നാൽ മതി. അത്രേ ഉള്ളൂ, 100-400 മീറ്റർ ഉള്ളൂ. ബിരിയാണി അടിപൊളി. ഇത് 2 കഴിക്കുള്ളൂ. ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിലല്ല, അതിനെങ്ങനെ ടേസ്റ്റ് കിട്ടുന്നു എന്നുള്ളത് അല്ലേ. ആ ടേസ്റ്റിലാണ് കാര്യം. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി ഇങ്ങനെ ചുമ്മാ ഇരിക്കുക കുറേ നേരമായിട്ട് അല്ലേ. ആ, നല്ല ചെറിയ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ടെന്റിൻ്റെ അകത്ത് നല്ല ചൂടാണ്. അതുകൊണ്ട് ഇങ്ങനെ മഴയൊന്നുമില്ല. ഞങ്ങൾ ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നാളെ നമ്മൾ പുഴയിൽ പോകും, മീൻ പിടിക്കണം. പിന്നെ അവിടെ ഒരു വലിയ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ പോയി അവിടുന്ന് ഞങ്ങൾ
നല്ല കിടിലനായിട്ട് മീൻ പിടിക്കാൻ പോകും. കിട്ടിയ പിടിക്കാം അല്ലേ? കിട്ടിയാ പിടിക്കാം. മഴയൊക്കെ ആയതുകൊണ്ട് കിട്ടോ ഇല്ലയോന്ന് അറിയത്തില്ല. എന്നാലും ഞങ്ങൾ പോകും, ശ്രമിച്ചു നോക്കും. ശ്രമിച്ചു നോക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയുന്നുണ്ടല്ലോ, ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്, അവര് ഞങ്ങളുടെ ചാനലിൻ്റെ ഫേസ്ബുക്ക്, അത് പേര് ബിനീഷ് സെബാസ്റ്റ്യൻ എന്നാണ് കിടക്കുന്നത്, അതിൻ്റെ അകത്തോ ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തോ മെസ്സേജായിട്ട് ബർത്ത്ഡേ ആരുടെയാണോ അവരുടെ ഫോട്ടോ ഒക്കെ തരുവാണെങ്കിൽ ഞങ്ങളത് റീലായിട്ട് നമ്മുടെ ചാനലിൽ ഇടാം. വെഡിങ് വിഷസ്, ബർത്ത്ഡേ വിഷസുകൾ ആകുമ്പോൾ അതൊരു നല്ല ശേലായിട്ട് കിടത്തോളും. അങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ തോന്നും. അതങ്ങനെ താല്പര്യമുള്ളവര് അങ്ങനെ ഫോട്ടോയും വിവരവും പേരും ഡേറ്റും ഫോട്ടോയും അയച്ചു തന്നാൽ മതി. നമ്മള് നമ്മുടെ ചാനലില് റീൽസ് ആയിട്ടിടാം, വലിയ വീഡിയോ അല്ലാതെ. ഇല്ല, അതുണ്ടാവും, നമ്മുടെ ചാനലിൽ തന്നെ. അങ്ങനെ താല്പര്യമുള്ളവര് അങ്ങനെ സെൻഡ് ചെയ്ത് തകർത്തും. അപ്പൊ ഇനി കുറച്ചു നേരം കിടക്കണം അല്ലേ? വേറെ വലിയ കഥയൊന്നും പറയാനൊന്നുമില്ല. പിന്നെ അസുഖം ഭേദമായി കേട്ടോ. ഭേദമായെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 85% ഞാൻ ആരോഗ്യവാനായി. നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അസുഖം വരുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. എന്താണ് നമ്മുടെ വീഡിയോസൊക്കെ ഡിലേ വരുന്നത്, നമ്മൾ റെസ്റ്റ് എടുക്കാറുണ്ട്. റെസ്റ്റ് എടുക്കുന്നതുകൊണ്ടാണ് ഒന്നരാടം വീഡിയോ വരുന്നത് കേട്ടോ. റെസ്റ്റ് എടുത്തിട്ടാണ്. പിന്നെ നമുക്ക് മുമ്പോട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം ഇതായതുകൊണ്ട് നമ്മൾ വരും, വരാതിരിക്കുക. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അത് തന്നെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക, ഹൈപ്പ് ചെയ്യുക. കൂടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അവർ സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ നല്ലതായിരിക്കും. ഞങ്ങൾ ഹാപ്പിയാവും. അതെ, നമ്മുടെ ചെറിയ ഫാമിലി വലുതായി വരും. ഇതിൻ്റെ അകമൊക്കെ ഒന്ന് റെഡിയാക്കണ്ടേ? നേരത്തെ ആണ്, സാധാരണ 12 മണിയാവും. ഞങ്ങൾ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി. ഇന്ന് അന്നേരം പകല് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ വിറക് ഞാൻ ചെറുതാക്കി കണ്ടിച്ച് വെയിലത്തേക്ക് ഇട്ടു. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു കഷ്ണവും കൊണ്ടുവന്നായിരുന്നു ഉണക്കാം. അതും ഇതും കൂടെ മിക്സാക്കി. ഇപ്പൊ പെട്ടെന്ന് തീ കത്തിയില്ല, ഒത്തിരി കഷ്ടപ്പെട്ടില്ല. അതൊന്ന് ഭക്ഷണം നേരത്തെയായി കഴിച്ചു. അപ്പൊ ഇനി ഇച്ചിരി നേരം കിടന്നുറങ്ങട്ടെ കേട്ടോ. രാത്രി വെല്ലമൊക്കെ കാണാനുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇനി രാവിലെ നമുക്ക് കാണാം. അപ്പൊ ഓക്കെ, ടീക്കെ, രാവിലെ കാണാം. വാതിൽ ക്ലോസ് ചെയ്തോട്ടെ. ഇനി പുറത്തിറങ്ങുന്നില്ല. പുറത്തിറങ്ങണമെങ്കിൽ എന്നെ വിളിക്കണേ. അതൊരു കൊതുക്. അത് മൊത്തം ബ്ലഡായി. സാരമില്ല. അങ്ങനെ നേരം വെളുത്തൂട്ടോ. നിഷ നല്ല ഉറക്കമായിരുന്നു.
പക്ഷേ ഗുഡ് മോർണിംഗ്. കണ്ടില്ല. പുറത്തേക്ക് നോക്കിയാൽ മഞ്ഞാണ്. മഞ്ഞ് പുറത്ത് കണ്ടോ, എല്ലാ സ്ഥലത്തും മഞ്ഞുണ്ട്. നോക്കി കണ്ട. നിഷത് എഴുന്നേറ്റിരിപ്പുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ കട്ടൻ ചായയൊക്കെ ഒന്ന് വെക്കണം, കുടിക്കണം. രാവിലെ തന്നെ എഴുന്നേറ്റിരുന്ന നിഷ കട്ടൻ ചായ വയ്ക്കുന്നു. പിന്നെ ഇന്നത്തെ രാവിലത്തെ കാപ്പി ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടു. ഇത് കഴിഞ്ഞ് വേണം മീൻ പിടിക്കാൻ പോകാൻ. മീൻ പിടിക്കുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. കിട്ടില്ല സ്ഥലത്താണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രിയിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി അല്ലേ? നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അത്ര ഉറക്കം സാധാരണ കിട്ടുന്നതല്ല. ഈ അതിരാവിലെ ഇങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കാൻ അതും ഒരു പ്രത്യേക ഫീലാണ്. പുറത്തെ കാഴ്ചകളൊക്കെ, പറമ്പിലല്ലേ, വലിയ വലിയ കാട് പിടിച്ച പറമ്പുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ പല പല കാഴ്ചകളല്ലേ മുമ്പിൽ കൂടെ പോകുന്നത്. കണ്ടിരിക്കാൻ നല്ല രസം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ, ടീക്കേ.